ആ ചെക്കന്റെ കാര്യം എന്തായി? ഏത് ചെക്ക്? ആ മന്മഥം കൊണ്ടുപോയിട്ടില്ലേ, മാറി വന്നോ? ഓ മറ്റേ ചെറ. ആ അത് അയാളിലൂടെ മാറ്റാൻ പറ്റൂ. 360 ഒക്കെ മന്മഥനെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കും. ഓനറിയാം ആ ചെക്ക് ഓനുള്ളതല്ല, അത് ഞമ്മക്കുള്ളതാണ് എന്നൊക്കെ. ഓൻ സത്യസന്ധനാണ്. സത്യശീല സാറേ, ഓ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താണ്? അങ്ങനെ ഒരു ചെറ ഈ പരിസരത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷം മുതൽ ആ മെയിന്റനൻസ് വേണ്ടാന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? അയ്യോ എന്ത് മണ്ടത്തരാണ് ഈ പറയണത്. ഇതാണ് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ തലയിൽ മുഴുവൻ കുതിരച്ചാണെന്ന് പറയുന്നത്. ഇല്ലാത്ത ചെറയുടെ പേരിൽ പൈസ വാങ്ങിച്ചോണ്ടിരിക്കല്ലേ എല്ലാ വർഷവും. അടുത്ത വർഷം നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെക്കി. അപ്പോ എന്തുകൊണ്ട് ചെറ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല എന്ന് മോളിന്ന് വിളിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയും? അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല സാറേ, ഈ ചെറ മെയിൻ്റെനൻസിന്റെ പേരിൽ ഈ കായ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഐഡിയ ആരെ തലേന്ന് ഉരിച്ച ഐഡിയ? അത് എനിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഏന്റെ തലയിൽ ഉരിച്ച ബുദ്ധിയാണെന്നാണ് എന്റെ ഒരു നിഗമനം. ഇനിയിപ്പോ നമ്മളായിട്ട് അത് നിർത്താനൊന്നും പോണ്ട, ആ പാരമ്പര്യം തുടർന്നുകൊണ്ടേയിരിക്കും. അയ്യോ മൊയ്തു സാറേ, പോയ സാറേ. സാറേ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സാറേ ഭാര്യക്ക് എന്തോ സൂക്കടുണ്ടെന്ന് പറഞ്ഞിനി. സത്യശീലൻ സാറേ, ആ C2 1547 എന്നുള്ള ഫയലിന്റെ എടുത്ത്. ശ്യാമളെ, ആ C2 1547 ഫയൽ സാറിന് എടുത്തോട്. എവിടെ ഇരിക്കുന്നു എന്നോട് ചോദിക്കുന്നു. അതൊക്കെ നോക്കിയാ മതിയല്ലോ. സാറേ, ഈ ഫയലൊക്കെ നമ്പർ അനുസരിച്ച് അടുക്കി വെക്കാൻ പാടില്ലേ? എല്ലാം നമ്പർ അനുസരിച്ച് അടുക്കി വെക്കാൻ പറഞ്ഞാണ്. കേൾക്കില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു ബലിയില്ല. എന്താണ്? എവിടെയാണെങ്കിൽ എടുത്ത് കൊടുക്ക് വേഗം. സാവധാനം നോക്കിയാ മതി നിങ്ങള്. ഇതൊക്കെ സാറ് ശ്രദ്ധിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ കേൾക്കില്ല ഇവര്. അതാണ് എന്താ എന്താ കാണിക്കണത്? ടാസ്ക് ആണ് ഇത്ര സമയത്തൊന്നും ഉള്ളിൽ എടുത്ത് തരാനായിട്ട്. സാറ് അവിടെ എണീറ്റ് മാറും ജീവൻ വേണമെങ്കിൽ. ഞാനൊന്നാണ് കടക്കത്തോന്ന്. ഇതെന്താ നിങ്ങള് കിട്ടിയോ? ആ ഇതാണ് സാർ ഫയൽ. കൊടുക്കേ സാർ. വല്ല പെരിച്ചായിന് പിടിക്കാറിഞ്ഞ മാതിരിയാണല്ലോ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കിടന്ന് കാണിക്കണത്. ഞാൻ തന്നെയാണ് ഇവിടെ വെച്ചതേ, പക്ഷെ ഇടയ്ക്ക് എനിക്ക് എന്തോ ഓർമ്മ കിട്ടില്ല. അത് കൊടുക്ക് സാർ, കൊടുക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതില് ഈ ചിറ എവിടെയാണ്? ഏത് ചെറ സാറേ? ഏത് ചെറയാണ്? ഈ 7 വർഷത്തോളായിട്ട് ഇവിടെ മെയിൻ്റെനൻസ് നടത്തുന്ന ഒരു ചെറ ഉണ്ടല്ലോ, ഈ മറ്റേ സർവേ നമ്പർ 360/2. ഓ ആ ചെറ. അത് മറ്റേ നമ്മളെ ചെറ കൊറേ പോവാണ്ടല്ലോ ഇവിടുത്തെ. അത് സാറേ ഇവിടുന്ന് നേരെ വടക്കോട്ട് കിലോമീറ്റർ കണക്കിന് പോകണം. പിന്നെ അവിടെ തെക്കോട്ട് വേറൊരു റോഡുണ്ട്. അതൊക്കെ ആകെ കട്ടയും ഇതൊക്കെയാണ് സാറേ. അവിടെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണല്ലേ? ഓ നമുക്കൊന്ന് അവിടെ ഒന്ന് പോയാലോ? പാമ്പും ഏരിയ. അതുമല്ല, വേറെ കൂടോത്രൊക്കെ ചെയ്തിട്ടുള്ള ഏരിയയാണ്. ആരൊക്കെ എന്തൊക്കെയോ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഓ സാറേ, എന്റെ സാറും കൂടെ പോകണ്ട. സാറിന് എന്തിനും പറ്റും, ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. കണ്ട സാറേ, സാറിന്റെ കീഴ് ജീവനക്കാർക്ക് സാറിനോടുള്ള ഒരു ഇഷ്ടം കണ്ടോ? സാർ അങ്ങനെയല്ലേ നമ്മളോട് പെരുമാറണേ. അതാണ്. എന്തായാലും ആ ഒരു ഇത്രയും സ്നേഹമുള്ള സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാവർക്കും കൂടിയാ പോയാലോ? എല്ലാവരും ഇത്രയും സഹകരണം കാണിക്കുമ്പോഴേ. സാറേ ഞാൻ വന്നില്ല, എനിക്ക് ഈ പാമ്പിനെയൊക്കെ പേടിയാ. അയ്യോ, എന്നാ ഞാൻ മാഡത്തിന് കൂട്ടിരുന്നോളാം അവിടെ. വേണ്ട, ഒരാൾ മതിയല്ലോ ഇവിടെ. അപ്പൊ മണ്ടൂരി ഇവിടെ നിന്നോളി കേട്ടോ. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഒന്ന് പോവല്ലേ നമുക്ക്? പിന്നെ നമ്മൾ ആ ഫയലുകൾ നമ്മൾ നോക്കാന്ന് പറഞ്ഞൊക്കെ ഒന്ന് പറ്റിങ്ങൊന്ന് ചെക്ക് ചെയ്തോ. സാറേ, ഇതിന്റെ ഇടയിൽ നിന്ന് എവിടെ കണ്ടുപിടിക്കാനാണോ? നമ്പർ പറഞ്ഞില്ല, ആ നമ്പർ പ്രകാരം. എന്റെ ബാഗ് എവിടെ? നമുക്കൊന്ന് ഇറങ്ങാം അല്ലേ? ഓ ഇറങ്ങാം സാർ. ശരി, 10 മണി കേട്ടോ. മണ്ടോതിരി ഒന്നുകൂടി. എന്ത് കണ്ടിട്ടാ മൂപ്പരെ കുട്ടി പുറത്തേക്ക് പറഞ്ഞു? ഏത് ചെറിയ നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോണത്? ഏതെങ്കിലും ഒരു ചെറ കാണിച്ചു കൊടുക്കാന്ന് എവിടേക്കാണ് പോയി നോക്കുക? അലാക്കിൽ ഔലിങ്കഞ്ഞായി പോട്ടോ. സത്യം ഞാൻ പറഞ്ഞു. അല്ലാണ്ട് പിന്നെ അത് കാണാൻ പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? അതെന്റെ ഐഡിയയില് തല കറിഞ്ഞ് വീടാൻ മതി. നിങ്ങൾ ഇതൊരു കാര്യം ചെയ്യും, മൂപ്പരെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കറങ്ങാം. ഓണത്തോളം പോട്ടെ.